മാറുന്ന കൃഷിരീതികളിൽ ശാസ്ത്രീയ മാർഗത്തിലൂടെ വരുമാനം വർദ്ധിപ്പിക്കാൻ കർഷകർക്ക് പ്രത്യേക പരിശീലനം നടത്തി. അധ്വാനം ലഘൂകരിച്ച് വരുമാനം വർദ്ധിപ്പിക്കുക, ചെലവ് ചുരുക്കുക, ആധുനിക വിപണന രീതികളിൽ സഹായം നൽകുക തുടങ്ങിയ കാര്യങ്ങളിലായിരുന്നു പരിശീലനം. എലപ്പുള്ളി നോമ്പിക്കോട് ജാസ്പർ ഫാമിൽ നടന്ന പരിശീലന പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് PC ബിജു ഉദ്ഘാടനം ചെയ്തു. കൃഷിക്കാരെ സംബന്ധിച്ചും കർഷകരെ സംബന്ധിച്ചും നമുക്ക് രണ്ടു വാക്കിൽ ഒതുക്കാം. അതായത് കാലാവസ്ഥയ്ക്ക് അനുകൂലമായി കൃഷിയെ ആ മണ്ണിന്റെ പറഞ്ഞു തന്നാണ്, മണ്ണിന്റെ ഗുണം അനുസരിച്ച് കൃഷി എടുക്കുമ്പോൾ അതിന്റെ ഗുണം കിട്ടും. ആ കിട്ടുന്ന വിളവെടുക്കുന്ന സാധനം ഏത് സമയത്താണ് വിളവെടുക്കുക അന്നാണ് ആ കർഷകന് യഥാർത്ഥ വരുമാനം കിട്ടുന്നത്. അത് നമ്മുടെ കർഷകരുടെ ഇടയിൽ കുറവ് വരുന്നത് കൊണ്ടാണ് കൃഷിക്കാർ ബാക്കിൽ പോകുന്നത്, വരുമാനം കിട്ടുന്നില്ല എന്നുള്ളൊരു പ്രയാസമുണ്ട്. അപ്പോൾ എന്താണ് ആ സമയത്തുള്ള വിളവെടുപ്പ് കിട്ടുന്നുള്ളത് കൃത്യമായി പഠിച്ചുകൊണ്ട് കൃഷിക്കാർ ഒരു വിധത്തിൽ കർഷകരും മറ്റേ പച്ചക്കറി കൃഷിക്കാരും കർഷകർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും. പക്ഷെ നമുക്ക് നെല്ലിന്റെ കാര്യത്തിൽ അങ്ങനെ പറയാൻ പറ്റും. 2 സീസണാണ്, വളരെ ബുദ്ധിമുട്ടും പ്രയാസം അനുഭവപ്പെടുന്ന ഒരു മേഖലയാണ് നമ്മുടെ കർഷകര്. എന്നിരുന്നാലും നമ്മുടെ ഗവൺമെന്റുകൾ മാറി മാറി വരുമ്പോഴും കർഷകരും അതുപോലെ തന്നെ നമ്മുടെ കൂട്ടായ്മയും എല്ലാം ഉള്ളത് കൊണ്ട് പരിധി വരെ പിടിച്ചു നിൽക്കും. പക്ഷെ എന്ത് നിന്നാലും നമ്മളെ സംബന്ധിച്ച് എപ്പോഴും പ്രയാസങ്ങൾ അനുഭവപ്പെടുന്നതാണ്. മഴ വന്ന പ്രശ്നം, വെയിൽ വന്ന പ്രശ്നം, വെള്ളമില്ല പ്രശ്നം, കൃത്യമായി നെല്ലെടുത്തില്ലെങ്കിൽ പ്രശ്നം, നെല്ലെടുത്താൽ തന്നെ പൈസ കിട്ടിയില്ലെങ്കിൽ പ്രശ്നം, പൈസ കിട്ടിയാൽ തന്നെ വളം കിട്ടുന്നില്ല പ്രശ്നം, വളം മാർക്കറ്റിലില്ല. സ്മൃതി സീഡ്സ് വിജ്ഞാന വിഭാഗം നടത്തിയ പരിശീലന പരിപാടിയിൽ OISCA സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ N ശുദ്ധോധനൻ അധ്യക്ഷത വഹിച്ചു. കാർഷിക സർവകലാശാല മുൻ പ്രൊഫസർ ഡോക്ടർ S ഇളങ്കോവൻ, റാം റൈസ്ഡ് ക്രോപ്പ് സയൻസ് ശാസ്ത്രജ്ഞൻ S കെവിൻ എന്നിവർ ക്ലാസ് നയിച്ചു. സ്മൃതി സീഡ്സ് ഡയറക്ടർ P സുരേഷ് കുമാർ, സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടർ സ്മിത P മേനോൻ എന്നിവർ സംസാരിച്ചു. പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി ഫാം പരിസരത്ത് വൃക്ഷത്തൈ നട്ടു. ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു. UTV ന്യൂസ്, പാലക്കാട്.